ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? ആക്രമണം BJPയുടെ സ്വതവേയുള്ള ലൈനാണല്ലോ. അയ്യോ, ജനാധിപത്യ മര്യാദകളെ പറ്റിയൊക്കെ ഈ പറയുന്നത് ആരാന്നാ? ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ ജനാധിപത്യ മര്യാദയെപ്പറ്റിയൊക്കെ പറയുന്നത്. ഞങ്ങൾ പാൽപുഞ്ചിരിയോടെ പ്രതിഷേധങ്ങളെ കാണുന്നവരാണ്. സമരങ്ങളൊക്കെ ഞങ്ങൾക്ക് പുളകങ്ങളാണ്. എതിരാളികൾ ഞങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങൾ പറയും കേറി വാടാ മക്കളെ എന്ന്. എന്തൊരു സഹിഷ്ണുതയാണെന്നോ ഞങ്ങൾക്ക്. എന്തായാലും പിഷാരടിയെ തടഞ്ഞതിനെ പിണറായി തള്ളിപ്പറഞ്ഞല്ലോ, നന്നായി. എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടത്രേ. വോട്ട് പിടിക്കാൻ ചെന്ന അബിൻ വർക്കിയെ കോഴഞ്ചേരിയിലെ കോളേജിൽ വെച്ച് ഉണക്കനക്ഷത്രം പിടിച്ച കൊടിയുമായി വന്ന SFI പിള്ളേർ തടഞ്ഞതും കൂവിയതുമൊന്നും നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇവിടെ വോട്ട് ചോദിക്കാൻ പ്രവേശിച്ചുകൂടാ എന്നായിരുന്നു വിലക്ക്. അയാൾ ഇതൊക്കെ കണ്ടു വളർന്ന പുള്ളി ആയതുകൊണ്ട് വകവെച്ചില്ല, നേരെ അങ്ങ് കയറി ചെന്നു. ഞാൻ എൻ്റെ പിള്ളേർ ചെയ്യുന്നതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. തൃക്കരിപ്പൂരിൽ വോട്ട് ചോദിക്കാൻ ചെന്ന സന്ദീപ് വാര്യരെ നിങ്ങളുടെ സഖാക്കൾ തടയുന്നത് കണ്ടില്ലായിരുന്നോ കാർന്നവർ? സന്ദീപിനെ BJPക്കാർ തടഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെങ്ങും മറ്റുള്ളവർക്ക് വോട്ട് ചോദിക്കാനോ സഞ്ചരിക്കാനോ പോലും അവകാശമില്ല. തിരുവല്ലയിൽ CPMകാർ BJPക്കാരെ തടയുന്നത് കണ്ടു. പാലക്കാട് ഒരു സ്ത്രീ അക്ഷരാർത്ഥത്തിൽ അങ്ങ് പൂണ്ടു വിളയാടുകയായിരുന്നു BJPയുടെ നാമധേയത്തിൽ. ആ സ്ത്രീയുടെ വകതിരിവില്ലായ്മയെ ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു BJP നേതാവ് ഉണ്ടായോ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? CPMകാർ കാണിക്കുന്ന സകല തെമ്മാടിത്തരങ്ങളെയും പിണറായി വിജയൻ കണ്ണടച്ച് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ പാലക്കാട്ട് കണ്ടത്. BJP ജയിച്ച വാർഡുകളിലൊന്നും കോൺഗ്രസ്സുകാരന് വോട്ട് ചോദിക്കാൻ പാടില്ലത്രേ. മതമിളകിയതുപോലെ ഒരു വനിതാ കൗൺസിലർ സ്ഥാനാർത്ഥിയെയും ആൾക്കൂട്ടത്തെയും തടയുകയായിരുന്നു. സ്ഥാനാർത്ഥി ഭയന്ന് കൈകെട്ടി പിന്നിൽ മാറി നിന്നു. മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? അയാൾ ശരിക്കും ഭയന്നു. കൈ കെട്ടി നിന്നില്ലെങ്കിൽ ആ BJPക്കാരിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ കേസ് കൊടുക്കും. അതിൻ്റെ പേരിൽ പ്രകടനവും നടത്താം. വകതിരിവില്ലാത്ത സ്ത്രീ കാണിച്ച് തെമ്മാടിത്തരമാണെന്ന് പറയാൻ ഒരൊറ്റ BJPക്കാരനും ഇല്ലേടെ അവിടെ. പെണ്ണുപിടിയന്മാർക്ക് ഇവിടെ വോട്ടില്ലത്രേ. പിഷാരടി സ്വന്തം ഭാര്യയെ അല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണിനെ കയറി പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. പാലക്കാട്ട് ഏതെങ്കിലും UDF കൗൺസിലർ കേസിൽ പ്രതിയായാൽ അവനെ അല്ലേ തടയേണ്ടത്? അതോ അവനും ആ കൂട്ടത്തിലുണ്ടായിരുന്നോ? രാഹുലിൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം പിഷാരടിയുടെ പെടലിക്ക് വെക്കണോ? ബലാത്സംഗം വ്യക്തിപരമാണെന്നോ മറ്റോ ഒരു കമൻ്റ് അടിച്ചു പോലും പിഷാരടി. പിന്നെന്താ, നാട്ടുകാർക്കാണോ ഇതിൽ കാര്യം? ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ആ BJPക്കാരി അഴിഞ്ഞാടി പിഷാരടിയെ തടഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്ന് ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറയുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ശോഭയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. അവരതിനെ ഭംഗിയായി അങ്ങ് ന്യായീകരിച്ചു. വലിയ വാക്കിൽ വർത്തമാനം പറഞ്ഞു. കേരളം മുഴുവൻ മത്സരിച്ച ശോഭയ്ക്ക് പാലക്കാട്ടെങ്കിലും ഗുണം പിടിക്കണമെന്ന് വല്ല ആഗ്രഹവും ഉണ്ടായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പറയേണ്ടത് എന്തായിരുന്നു? വോട്ട് ചോദിക്കാൻ ആർക്കും എവിടെയും കയറി ചെല്ലാമെന്നും അതിനെ തടയുന്നത് ജനാധിപത്യ മര്യാദയല്ല എന്നും പറയണമായിരുന്നു. മാപ്പ് ചോദിക്കണമായിരുന്നു. അതോടെ അവരുടെ നില ഉയരുമായിരുന്നു. പക്ഷേ ശോഭ ഉറഞ്ഞുതുള്ളി വലിയ വായിൽ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞ് വെറുതെ ആളാകാൻ നോക്കി. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ മറ്റു പാർട്ടിക്കാരോട് BJPക്കാർ പുലർത്തുന്ന സമീപനം അപ്പോഴെന്തായിരിക്കും? വെറുതെ കിടന്ന് തിളയ്ക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട് എല്ലായിടത്തും. അത്തരക്കാർക്ക് ചവറ്റുകൊട്ടയിലായിരിക്കും സ്ഥാനം. പാലക്കാട്ട് BJPക്കാർ കാണിച്ച വകതിരിവില്ലായ്മയെ തനിക്ക് അനുകൂലമാക്കാൻ പിഷാരടിക്ക് കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ച വേദികളേക്കാൾ കൂടുതൽ വരും പിഷാരടി ജനത്തെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത വേദികളുടെ എണ്ണം. എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന BJP കൗൺസിലർ കാരണം ശോഭയ്ക്ക് ഗുണമാണോ ദോഷമാണോ സംഭവിച്ചത്? ഈ സംഭവം ചൂണ്ടിക്കാട്ടി ഇതാ പിണറായി പോലും വിശുദ്ധനായി. പിഷാരടിയെ തടഞ്ഞത് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വായിലൂടെയും ജനം കേട്ടു, അറിയാത്തവരും അറിഞ്ഞു. ഇങ്ങനെ വകതിരിവും ഔചിത്യബോധവുമില്ലാത്ത കുറേ പാർട്ടി സ്നേഹികൾ എല്ലായിടത്തുമുണ്ട്. ഇവരുടെ വായിൽ നിന്നും വരുന്നതും പ്രവൃത്തികളുമാണ് സ്ഥാനാർത്ഥിക്ക് പാരയാകുന്നത്. ആ സ്ത്രീ തനിക്കെതിരെ കലിതുള്ളിയപ്പോൾ അകലമാറി സമാധാനപ്രിയനായി നിന്ന പിഷാരടിക്ക് ആ ഒറ്റ സീൻ കൊണ്ട് 100 പ്രസംഗത്തിൻ്റെ ഗുണം കിട്ടി. ഏതെങ്കിലും നേതാവ് പെണ്ണുപിടിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്ക് മാത്രമാണ് ശോഭേ. അയാളെ ശിക്ഷിക്കാനും അകത്താക്കാനും ഇവിടെ ശക്തമായ നിയമങ്ങളുണ്ട്. സമൂഹം പലപ്പോഴും അത്തരം വിഷയങ്ങളെ അപലപിക്കാറുമുണ്ട്. അതിന് വടകരയിലിരിക്കുന്ന ഷാഫിയെയും പിന്നാലെ വന്ന പിഷാരടിയെയും ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? എന്തായാലും പിഷാരടിയെ തടഞ്ഞതിന് പിണറായിക്ക് ഇത്രമാത്രം ദുഃഖമുണ്ടാകുമെന്ന് ആരറിഞ്ഞു? നിമിഷം മതിയെ മനുഷ്യൻ നന്നാകാൻ.
ആക്രമണം BJPയുടെ സ്വതവേയുള്ള ലൈനാണല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തൊരു നല്ല പുന്നാര മനുഷ്യൻ. സ്വന്തം പാർട്ടിക്കാരെങ്കിലും വടിവാൾ എടുത്തു എന്നറിഞ്ഞാൽ പിണറായി ഓടിച്ചെല്ലും. അത് തിരിച്ചു വാങ്ങി ഒരു കവുങ്ങിൻ്റെ പൂക്കുല വെച്ച് കൊടുക്കും കയ്യിൽ. ആരെങ്കിലും ബോംബെറിയാൻ പ്ലാനിട്ടാൽ പിണറായി അവിടെ പ്രത്യക്ഷപ്പെടും. ആ ബോംബ് തിരിച്ചു വാങ്ങി ആ കൈകളിലേക്ക് മോദകം വെച്ചു കൊടുക്കും. സ്വന്തം പാർട്ടിയിൽ ആരെങ്കിലും തെറി പറയാൻ വായ തുറന്നാൽ പിണറായി ഗീതാഗോവിന്ദം ചൊല്ലിക്കൊടുക്കും. കരിങ്കൊടി കാണിച്ച യൂത്തന്മാരെ ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലാൻ ഡിങ്കോൾഫികളോട് ആഹ്വാനം ചെയ്ത മുതലാണീ കാരണവര്. അല്ല പിണറായി, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ തടഞ്ഞ അന്തം കമ്മികളെ ഏത് വകുപ്പിൽപ്പെടുത്തണം? അയാളെ വർഗവഞ്ചക എന്ന് വിളിച്ചുകൊണ്ട് BJPക്കാർ തടഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു. തിരുവല്ലയിലാണെങ്കിൽ BJPക്കാരായ സ്ത്രീകൾ അനൂപ് ആന്റണിക്ക് വേണ്ടി വീട് കയറാൻ ചെന്നപ്പോൾ ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഇവിടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ വേറൊരു അന്തം കമ്മിയെയും ജനം കണ്ടു. അതൊന്നും സാറ് കാണത്തില്ലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ തിണ്ണമെടുക്കുക എന്നത് ചിലരുടെ ഒരു സൂക്കേടാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മുട്ടുകാല് തല്ലിയൊടിക്കുമെന്ന് അന്തം കമ്മി വസീഫ് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ശാസിച്ചായിരുന്നു. പിണറായി സാറിൻ്റെ പാർട്ടി എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നവരാണത്രേ. അമ്പലപ്പുഴയിൽ G. സുധാകരൻ്റെ ഡ്രൈവറുടെ കയ്യും കാലും വെട്ടുമെന്നാണ് കമ്മികളുടെ ഭീഷണി. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനോട് എന്തൊരു സഹിഷ്ണുതയാണെന്നോ. G. സുധാകരൻ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കാരണം അദ്ദേഹം കോൺഗ്രസിൽ ചെന്ന് ചേർന്നതുകൊണ്ട് മാത്രമാണ്. സന്ദീപ് വാര്യരെ തടഞ്ഞതും പിണറായിയുടെ ഭൂതഗണങ്ങളാണ്. എന്നെപ്പോലെ ഒരു സന്മാർഗിയും ജനാധിപത്യവാദിയും വേറെയില്ലെന്ന് പിണറായിയെ കൊണ്ട് പറയിപ്പിക്കാൻ പാലക്കാട്ട് അഴിഞ്ഞാടിയ ആ BJPക്കാരിക്ക് സാധിച്ചു. ധർമ്മടത്ത് UDFൻ്റെ സ്ഥാനാർത്ഥിയെ CPMകാർ തടഞ്ഞതും പിണറായി അറിഞ്ഞില്ല. പിണറായിക്ക് അവിടെ ജയിക്കാൻ കടുത്ത മത്സരം വേണോ? ജനാധിപത്യത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തെപ്പറ്റിയും നാട്ടുകാരെ ഉത്ബോധിപ്പിക്കുന്ന പിണറായി കണ്ണൂരിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ ആരെയും സമ്മതിക്കില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് പിഷാരടിയെ തടഞ്ഞപ്പോൾ ലഹളയുണ്ടാക്കിയില്ല എന്നാണ് പിണറായിയുടെ സങ്കടം. അതാണ് വകതിരിവ് എന്ന് പറയുന്നത്. വർഗീയ കലാപം ഉണ്ടാകാത്ത 10 വർഷമെന്ന് പറഞ്ഞ് നിങ്ങൾ മേനി നടിക്കുന്നുണ്ടല്ലോ. അതും പ്രതിപക്ഷത്തിരുന്നവന്മാരുടെ വകതിരിവ് കൊണ്ട് മാത്രമാണ്.